ഗ്ലൂക്കോസിനെ അവിടെ ഉപയോഗിക്കുന്നത് 85ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നു, ഗ്രീസിലെ ബയോട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹം രക്തസാക്ഷി എത്തിയത് ഏകദേശം 85 വയസ്സായിരുന്ന സമയത്താണ് ഗ്ലൂക്കോസ് രക്തസാക്ഷി വഹിക്കുന്നത്. ഇതിന്റെ താക്കോൽവാക്യം എന്തായിരുന്നു? താക്കോൽവാക്യം എന്താ? 1-ാം അധ്യായം 8-ാമത്തെ വാക്യമുണ്ട്. എന്താ താക്കോൽവാക്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യെഹൂദയിലും ശമര്യയിലും സാക്ഷികളായി തീരും. അപ്പൊ നോക്കണം, 3 വിഭജനമായിട്ടാണ് നമുക്ക് അത് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് സഭ യെരൂശലേമിൽ, പിന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സഭ എങ്ങോട്ട് പോകുന്നു? യെരൂശലേമിൽ ആരംഭിക്കുന്നത്, രണ്ടാമത് യഹൂദയിൽ ശമര്യയിൽ, മൂന്നാമത് ഭൂമിയുടെ അറ്റത്തോളം. 1 മുതൽ 7 വരെ, 8 മുതൽ 12 വരെ, 13 മുതൽ 22 വരെ ചെയ്യുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുന്നു. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം എന്ന് ചിന്തിക്കുന്നത് റോമൻ ഗവൺമെന്റിന്റെ പരിധിക്കകത്ത് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആരെത്തി പൗലോസ് സുവിശേഷമായിട്ട് ചെന്നെത്തുകയായിരുന്നു. ഭൂമിയുടെ അറ്റത്തോളം അന്നതിന്റെ അത് നിവൃത്തിയായിട്ട് അന്ന് അത് മാറുകയും ചെയ്യുകയും ചെയ്തു. കാരണം റോമൻ പ്രവേശിയായിരുന്നു ആ കാലഘട്ടത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. നമ്മളത് 78-ാം അധ്യായത്തിൽ പൗലോസ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? റോമയിൽ എത്തി എന്ന് പറയുന്നു. ഈ പുസ്തകത്തിന്റെ അവസാനം എങ്ങനെയാണ്? വേഗത്തിൽ അവസാനിപ്പിക്കുന്ന പുസ്തകം. സാധാരണ എല്ലാ പുസ്തകങ്ങളിലും പൂർത്തീകരണം കാണുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, ഇത് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ വരെ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്ത് നിർത്തിയത് എവിടെയാണ്? പങ്കെടുത്ത് ഓൺലൈനായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ് പങ്കെടുത്തത്. രണ്ടാം ഘട്ടത്തിൽ ശമരിയായ പുതിയ ഫിലിപ്പോസ് ബർന്നബാസ്, അവസാന ഭൂമിയുടെ അറ്റത്തോളം പൗലോസ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പും പ്രത്യക്ഷതയും ക്രിസ്ത്യാനിത്വത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പെന്തക്കോസ്തിനെ കുറിച്ച് ചിന്തിച്ചു വരാൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു അസൈൻമെന്റ് പോലെ ഞാൻ പറഞ്ഞൊരു വാക്ക് പെന്തക്കോസ്തിനെ കുറിച്ച് അല്ലേ? എന്താണ് പെന്തക്കോസ്? നമ്മളൊക്കെ സവിസ്തരം വളരെ അഭിമാനത്തോടെ പറയുന്നവരാണ് നമ്മൾ പെന്തക്കോസ്തുകാരാണ്. പെന്തക്കോസ്തിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. പെന്തക്കോസ്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാളിനെ കുറിച്ച് നമുക്കറിയാമോ അല്ലേ? അവർ ഭയങ്കര ഫെസ്റ്റിവൽ ഉള്ള ആൾക്കാരാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആര് മുമ്പോട്ട് പോകുന്നവരാണ്? ഈ യഹൂദന്മാരെ മുമ്പോട്ട് പോകുന്നത്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 7 പെരുന്നാളുണ്ട്. 7 പെരുന്നാളിൽ 4ാമത്തേതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പൊ 1-ാമത്തെ പെരുന്നാൾ ഏതാ? പെസഹ. 2-ാമത്തെ പുണ്യമില്ലാത്തപ്പത്തിന്റെ. 3-ാമത്തെ എന്താ? ആദ്യഫലങ്ങളുടെ പെരുന്നാൾ. 4 വാരങ്ങളുടെ പെരുന്നാൾ അഥവായിട്ട് പെന്തക്കോസ്ത്. അടുത്തത് കാഹളങ്ങളുടെ പെരുന്നാൾ, പാപപരിഹാരമുണ്ട്, കൂടാരങ്ങളുടെ പെരുന്നാൾ. ഈ 7 പെരുന്നാളിനകത്ത് നിന്നാണ് 4ാമത്തെ പെരുന്നാളാണ് എന്ത്? എത്രാമത്തെ ദിവസം പെന്തക്കോസ്ത്? പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? 50ാമത്തെ ദിവസം. അതിനപ്പുറത്തൊന്നുമില്ല. 2 പേരുകളാണ് പെന്തക്കോസ്തിനുള്ളത്. എന്തൊക്കെയാണ്? 1 വാരോത്സവം എന്നുണ്ട്, 2 കൊയ്ത്ത് പെരുന്നാൾ എന്നുണ്ട്. 1 വാരോത്സവം എന്നുണ്ട്, 2 കൊയ്ത്ത് പെരുന്നാൾ എന്ന 2 പേരുകളാണ് നമുക്ക് പുസ്തകത്തിന്റെ അകത്ത് കാണുന്നത്. അപ്പൊ ആദിവാരക്കെട്ട നിരാഞ്ജനം ചെയ്യുന്ന പെരുന്നാളിന്റെ 50ാമത്തെ ദിവസം നടത്തുന്ന പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ വരെ അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചോ? പെന്തക്കോസ്തിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും അറിവ് കിട്ടിയോ? സെർച്ച് ചെയ്തായിരുന്നോ? ഇല്ല. സിൻസിയർ ആയിട്ടുള്ള ഉത്തരങ്ങളില്ല. ഞാനൊരു നോട്ട് ഇടാൻ പറഞ്ഞാൽ ഞാനിട്ടില്ല. ഇന്നെന്തായാലും ഞാനിടും. നോട്ട് ഇതുവരെയുള്ള ക്ലാസ്സിന്റെ നോട്ട് ഫൈനലായിട്ട് ഞാനത് നോട്ട് ഞാനൊരു നോട്ട് പഠിപ്പിച്ച നോട്ടുകൾ 2-3 ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഒക്കെ ക്ലാസ് ഫൈനൽ നോട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചായിരിക്കും എക്സാം പഠിച്ചാൽ മതി. ഒരുപാടില്ല. ഇപ്പൊ നമ്മള് MD ലെവല് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ ടഫാണ്. എന്നാൽ നമ്മള് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് കുറെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം PTH ലെവലിലാണ് ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വചനം പഠിക്കുക. അതിന്റെ അപ്പുറത്തോട്ട് എന്തെയോ ഉദ്ദേശിച്ചൊന്നുമില്ല. എനിക്കൊന്ന് സൗഭാഷൊക്കെ പഠിച്ച് ഞാനും അടുത്തൊരു
സെക്ഷനിൽ കേരളം മുഖത്തിരിക്കുന്നു. ഒരു വർഷത്തിലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ടീച്ചിലോട്ട് പോകുന്നു. അവകാശമുള്ള ഒരു PhD വരെ എടുക്കണം. നമ്മൾ ഞാൻ അതിൻ്റെ പ്രാപ്തവാക്യം എടുത്ത് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. അപ്പൊ നോക്കണം, ഈ പെന്തക്കോസ്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിച്ചു. ഈ പെസഹ കഴിഞ്ഞുള്ള അടുത്ത സീവാൻ മാസം, പെസഹ കഴിഞ്ഞ സീവാൻ മാസത്തിന്റെ അടുത്താണ് ഈ പെന്തക്കോസ്ത് ചെയ്യുന്നത്. അതിൽ ഈ ലേവ്യ പുസ്തകത്തിന്റെ അകത്ത് 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പെന്തക്കോസ്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ നോക്കണം, അത് പഴയ നിയമത്തിൽ അവിടെ നിൽക്കട്ടെ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് പെന്തക്കോസ്ത് നാളിലേക്ക് നമുക്ക് കടന്നു വരുവാം. പെന്തക്കോസ്തിന് ഹെഡിങ് കൊടുക്കണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലെക്ചർ ചെയ്യണം. എനിക്ക് നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. സമ്മറി എന്തായാലും ഞാൻ ചെക്ക് ചെയ്തായിരിക്കും. വലിയ കാര്യങ്ങളൊന്നും എഴുതണ്ട, പക്ഷെ എന്ത് പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് ഒരുപാട് അങ്ങ് പോയില്ലെങ്കിൽ, കുറച്ചേ പഠിച്ചുള്ളെങ്കിൽ അത് എന്ത് ചെയ്യണം, നമുക്കത് മനസ്സിലാക്കി നമ്മളതനുസരിച്ച് എന്ത് ചെയ്യണം, മുൻപോട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ പെന്തക്കോസ്ത് സഭാസ്ഥാപനം ഇല്ലേ? എന്നാ സഭ സ്ഥാപിക്കപ്പെട്ടെ? നമ്മളെല്ലാം ദൈവത്തിന്റെ സഭയാ. എന്ന് സ്ഥാപിക്കപ്പെട്ടു? പെന്തക്കോസ്ത് നാളിലല്ലേ? പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? ഇതേത് യുഗം? നമ്മൾ ചിന്തിച്ചു ഇതേതാണ് കൃപായുഗം അല്ലേ? ഇനി വരാൻ പോകുന്ന ഏത് യുഗം? ഈ യുഗമില്ലേ? ഇതുകൊണ്ട് നമ്മൾ അവസാനിക്കുവാണോ? കൃപായുഗം കഴിഞ്ഞ എന്തോ വരുന്നേ? ഒരു യുഗം കൂടെ നമ്മളിലോട്ട് പോവാ. ഈ ഒരു യുഗം കൂടെ നമ്മള് യുഗത്തിലേക്ക് നോക്കണം. ഈ യുഗത്തെ സഭായുഗം എന്ന് വേണമെങ്കിൽ പറയാം, കൃപായുഗം എന്ന് പറയാം, പരിശുദ്ധാത്മ യുഗം എന്ന് പറയാം. പെന്തക്കോസ്ത് നാളിൽ ആരംഭിക്കപ്പെട്ട ഈ സഭാ സ്ഥാപനത്തെ തുടർന്ന് മുൻപോട്ട് സഭായുഗം, പരിശുദ്ധാത്മ യുഗം, അല്ലെങ്കിൽ എന്താ നമ്മളെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന കൃപായുഗം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നേ? ശിഷ്യന്മാരുടെ പേര് എത്ര പേരുണ്ടായിരുന്നു അവിടെ? 120 പേര്. എങ്ങനെയാ പരിശുദ്ധാത്മാവ് വന്നത്? അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ആരുടെ പേര് വന്നു? ശിഷ്യന്മാരുടെ പേര് വന്നു. യേശു സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നേ? നാവ് എന്ന പോലെ വന്നു. എന്താ ഇതിന്റെ ഡിഫറൻസ്? യേശു സ്നാനപ്പെട്ട് കയറി വരുമ്പോ പ്രാവ് പോലെ, ശിഷ്യന്മാര് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അഗ്നി നാവുകളെ പോലെ അവർക്ക് പ്രത്യക്ഷമായി. ഉണ്ടായിരിക്കുക ശിഷ്യന്മാരിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നതിന്റെ കാരണം ഒരു ശുദ്ധീകരണം എന്ത് ചെയ്യണം? ആരും നടക്കണമായിരുന്നു. ശിഷ്യന്മാരിൽ എന്ത് ചെയ്യണം? ഈ ഒരു ശുദ്ധീകരണം നടക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവര് അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി നമുക്കറിയാം, നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാ. ഈ അന്യഭാഷ നിന്നുപോയി കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടിട്ടില്ല. അന്യഭാഷ വരാൻ നിന്നുപോയി കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ വാക്യമുണ്ട്, പക്ഷെ നമ്മൾ പൊതുവായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്യഭാഷ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരെ നമുക്ക് പരിചയില്ലേ? അങ്ങനെ ഒരു ടൈപ്പ് ഓഫ്
ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. എന്താ അവർ പറയുന്ന വാക്യം എന്താ? വ്യാജി പറഞ്ഞു ഗുരുതലേഖനത്തിലെ വാക്യം പറയുന്നത് എന്ത് ചെയ്യും? ഇതെല്ലാം നീങ്ങിപ്പോകും എന്ന് പറയുന്നു. അവര് പറയുന്നു AD 96 വെളിപ്പാട് പുസ്തകം കൂടെ എഴുതി പൂർത്തീകരിച്ചു എന്ത് ചെയ്തു? ഈ അന്യഭാഷ വരെ എന്ത് ചെയ്തു? ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? വെളിപ്പാട് പുസ്തകം എഴുതി തീർന്നതോടെ അവർ അവസാനിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി നിൽക്കുന്ന അന്യഭാഷയുടെ വരം എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ കൊണ്ട് ആ വരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നൊരു പഠനമുണ്ട്. തെളിവായിട്ട് അവർ എടുക്കുന്നത് 13-1 കൊരിന്ത്യർ ഒന്ന് വായിച്ചു നോക്കിക്കേ. 13 കൊരിന്ത്യർ 13 8ാമത്തെ വാക്യത്തിൽ അവരെടുക്കുന്ന തെളിവ് അതാണ്. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പം ഇവിടെ കാണുന്ന കാര്യം ജ്ഞാനം എന്ത് ചെയ്തിരിക്കും? അത് നീങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അതായത് ഇവരെടുത്തു വെച്ചിരിക്കുന്ന തെളിവെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം കൂടെ എഴുതി തീർന്നപ്പോൾ എന്തായി? ഇതെല്ലാം അവസാനിക്കപ്പെട്ടു. അതായത് ജ്ഞാനം പോലും എന്ത് ചെയ്തിരിക്കുന്നു? മാറിപ്പോകുമെന്നുള്ള ആരെ പഠിപ്പിക്കുകയാണ്? പൗലോസ് പഠിപ്പിക്കുക. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2:4 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:4 നമ്മളെന്താ വിശ്വസിക്കുന്നത്? അതാണ് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് പൂർത്തിയായതാണോ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ വിശ്വസിക്കുന്നത്? എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, എല്ലാവരും പരിശുദ്ധാത്മാവ്. എല്ലാവരും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിക്കുക, അവിടെ ഒരു വാക്യം ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്താ വാക്യം? അവര് സംസാരിച്ച് തുടങ്ങി. പൂർത്തിയായെന്നാണ് പറഞ്ഞത്. അല്ല, അവരെന്ത് ചെയ്യുന്നു? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതിന്റെ അർത്ഥം ബൈബിളിന്റെ അകത്ത് തുടങ്ങി എന്ന് പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6:1 ഉൽപ്പത്തി പുസ്തകം 6:1 ഒരാളെ പ്രവൃത്തികളുടെ പുസ്തകം 8:35 മനുഷ്യൻ ഭൂമിയിൽ എന്ത് ചെയ്തു? പെരുകി തുടങ്ങി. ഇത് അവസാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്നും ഇല്ല. ഇന്നും മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ജനറേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ബൈബിളിൽ തുടങ്ങി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്ത് ചെയ്തിട്ടില്ല? അവസാനിക്കപ്പെട്ടില്ല. പ്രവൃത്തി 8:35 വേഗത്തിൽ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ എന്ത് ചെയ്തു? തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. സുവിശേഷം നിന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ വിശ്വസിക്കുന്ന ഇവര് പറയുന്നു ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ജ്ഞാനം അത് നീങ്ങിപ്പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി ഇരിക്കുന്ന അന്യഭാഷ എഴുതിയിരിക്കുകയാണ്, നീങ്ങിയിരിക്കുന്നു പറയുന്നു. പക്ഷെ വചനം പറയുന്നു തുടങ്ങി എന്ന് പറയുന്ന പലതും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വചനത്തിനകത്ത് തുടങ്ങി എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്നും എന്തുകൊണ്ടിരിക്കുക? തുറന്നുകൊണ്ടേയിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്നും തുടരും. എന്ന് വരെ തുടരും? 1 കൊരിന്ത്യർ 14:39 എടുത്ത് 1 കൊരിന്ത്യർ 14:39 പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടം വരെ വരും? 1 കൊരിന്ത്യർ 14:39. അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത്. കണ്ടോ? പൗലോസ് പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്ത് ചെയ്യരുത്? അപ്പം അന്യഭാഷ എവിടെ വരെ കാണും? അവസാനം വരെ കാണും. ഒരുപാട് മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും കൊണ്ട് ഒരുപാട് പഠിപ്പിക്കലുണ്ട്. ഇതെല്ലാം തീർക്കുന്നു ഒന്നുമല്ല, ഈ ബഹളങ്ങളും ഈ ഒച്ചപ്പാടുകളും ഒന്നുമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ പഠിക്കുന്ന വേദവിദ്യാർത്ഥികൾ എന്ത് ചെയ്യരുത്? ആ ഒരു തീരക്കകത്ത് കുടുങ്ങി പോകരുത്. അത് അവസാനം വരെ ഉണ്ടാകും. നോക്കണം, നാവിൽ വെളിപ്പെട്ടതാണ് ആത്മസ്ഥാനത്തിന്റെ ലക്ഷണം വെളിപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ നാവില്. ഇനി നോക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ചോദിച്ചു അറിയാവുന്നതാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മൾ ഈ 2-3 ഭാഗങ്ങൾ വായിച്ചു കേട്ടത് സുവിശേഷം പറഞ്ഞു തുടങ്ങി, അങ്ങനെ പറഞ്ഞതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിയതും ഒരേ അതായത്
നമ്മൾ ചിന്തിക്കേണ്ടത് ബൈബിളിൽ ഒരു കാര്യം തുടങ്ങി ആരംഭം കുറിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ആ വായിച്ച പരിശുദ്ധാത്മാവ് അവര് പ്രാപിച്ച കാര്യം പറഞ്ഞത് അത് ഫസ്റ്റിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി പെന്തക്കോസ്ത് നാളിൽ വന്ന പോലെ ജാതികളുടെ ഇടയിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിയ കാര്യം പറഞ്ഞത്. അതെ, അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തത് പൗലോസ് ഇപ്പൊ വായിച്ച കൊരിന്ത്യലേഖനത്തിൽ എത്തുമ്പോൾ പൗലോസ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ സംഭവമാണ്. അതായത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതോടെ ഇതുവരെ അങ്ങനെ സംഭവിക്കില്ല. അതല്ല സാറേ, അത് ജാതികളിൽ അർഹത പൗലോസ് ചോദിക്കുന്നുണ്ടല്ലോ, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇവരെ വെള്ളം വിലക്കാൻ നമുക്ക് പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ അത് ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ഒരു പ്രത്യേക സംഭവം. അവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അതൊരു സെപ്പറേഷൻ അല്ലേ? അതായത് അവിടെ സ്റ്റാർട്ട് ചെയ്തു പരിശുദ്ധ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുൻപ് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടു പിൻപ് വരെ എന്തുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കാര്യമില്ല. അവരവിടെ ആരംഭിച്ചു തുടങ്ങി, പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ പറഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ? അവര് സംസാരിച്ചു തുടങ്ങി, അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. അത് പറഞ്ഞ തെറ്റെന്നല്ല, അത് കൃത്യം അവരവിടെ സംസാരിച്ചു തുടങ്ങി. അതായത് അവിടെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നു, ആ കുഞ്ഞിന്ന് 10ാം ക്ലാസ്സിലേക്ക് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അമ്മ സംസാരിച്ചു തുടങ്ങി അതേ കാര്യം എന്ത് ചെയ്യുന്നു, ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, സംസാരിച്ച് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോ പൗലോസ് തന്നെ പറയുന്നു, അന്ന് തുടങ്ങിയ കാര്യത്തെ ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സംഭവിക്കുന്നു. ഇനി അവസാനം വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ആ തുടങ്ങി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് കണ്ടിന്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ദി എൻഡ്, എവിടാണ് എത്തിയതിൽ എത്തുന്നവരെ എന്തുണ്ട്, ഈ കാര്യമുണ്ട്. കൺഫ്യൂഷൻ പൂർത്തിയായില്ല. അതായത് ആദ്യം ഉദ്ദേശിച്ച കാര്യം എന്നോട് പറഞ്ഞേ. ഞാൻ ഉദ്ദേശിച്ചത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് വെച്ചാൽ അന്യഭാഷ ഒരു പ്രത്യേക സംഭവമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ജാതികളോടുള്ള ബന്ധത്തിൽ അവർക്ക് പരിശുദ്ധാത്മ പ്രാവണം അന്യഭാഷയോടുകൂടെ ഒരു പ്രത്യേക സംഭവമായിരുന്നു. പിന്നെ ഈ സ്നാപക യോഹന്നാന്റെ സുവിശേഷം കേട്ടവരിലെ അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ച ആ പ്രത്യേക സംഭവത്തിൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു. ഈ 3 സംഭവങ്ങൾ അല്ലാതെ പിന്നീട് ഇങ്ങനൊരു ചരിത്രം പറയുന്നില്ല, ഉണ്ടോ? അല്ല, ബൈബിളിൽ നമ്മള് പ്രത്യക്ഷമായിട്ട് അന്യഭാഷ പറയുന്നതായിട്ട് കാണുന്നില്ല. അല്ല സാറേ, ഞാൻ ചോദിച്ചാൽ ഈ 3 സംഭവങ്ങൾ 3 ചരിത്ര സംഭവങ്ങൾ. അതെ, അതിനകത്ത് തെറ്റില്ല. അതിന്റെ കൺഫ്യൂഷൻ എന്താ? ഇത് 3 അതായത് അല്ല, അപ്പൊ അതും ഈ സുവിശേഷം പറഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ ഈ തുടക്കമെല്ലാം ഒന്നാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം അതേ ഉള്ളൂ. ബൈബിളിൽ ഒരു കാര്യം ആരംഭിച്ചു, സ്റ്റാർട്ട് ചെയ്തു എന്നൊരു പറഞ്ഞൊരു കാര്യത്തെ അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിളാണ് ഉൽപ്പത്തി പുസ്തകവും അപ്പോസ്തല പ്രവൃത്തികളും എടുത്ത് അല്ലെങ്കിൽ ഫിലിപ്പോസ് അവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് അന്യഭാഷ സ്റ്റാർട്ട് ചെയ്തു, അത് നിന്നു, അത് പൂർത്തിയായി, വെളിപ്പാട് പുസ്തകം എഴുതി പൂർത്തിയായി എന്ന് പറയുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ പഠിപ്പിക്കലിന് എതിരെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങി. ഒരു കാര്യം തുടങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിന്നുപോയതാണ്. അല്ല, അത് കണ്ടിന്യൂഷൻ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. എന്നതുപോലെയാണ് അന്യഭാഷ പറഞ്ഞു തുടങ്ങി എന്ന് പറയുന്ന കാര്യം ഇന്നും അത് കണ്ടിന്യൂസ് ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടതിനെടുത്ത എക്സാമ്പിൾ ആണ്. അതും ഇത് ഒരുപോലെ ചിന്തിക്കരുത്. അന്യഭാഷയും സുവിശേഷം പോലെ ഒരുപോലെ ചിന്തിക്കാതെ അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കാൻ, തുടങ്ങി എന്നൊന്ന് മനസ്സിലാക്കാൻ 2 എക്സാമ്പിൾ എന്തോ ഒരു തെളിവ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫോർ എക്സാമ്പിൾ എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് എടുത്തിട്ടുള്ളൂ. എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണുന്നവർ ഇവർ അന്യഭാഷ പ്രാപിച്ചപ്പോ അവരെന്ത് കണ്ടു, എന്ത് കേട്ടു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര പേരവിടെ ഉണ്ടായെന്ന് നമുക്കറിയാമോ? വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എടുത്തേ. അത് പ്രാപിച്ച ആൾക്കാര്, പക്ഷെ അവിടെ കുറച്ചൊരു ഓടിക്കൂടിയായിരുന്നു. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി എടുത്തേ. ഏകദേശം 15-ലധികം ദേശക്കാരുണ്ട്, 70-ലധികം ഭാഷക്കാരുണ്ട്. അവരെല്ലാം യെരുശലേമിൽ വന്നവരാ. വായിച്ചോ. അന്ന് ആകാശത്തിന് കീഴിലുള്ള വായിച്ചാൽ മതി. 5 ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായി
ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താത്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ചാൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്തനും മേദ്യനും അലാമ്യനും മെസൊപ്പൊട്ടാമിയയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസിയിലും സുഖ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനിക്ക് ചേർന്ന വിദ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്നും വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ഗ്രേക്കരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഏകദേശം എത്ര പേരുണ്ട്? 15-ലധികം നമുക്ക് ദേശക്കാരെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 70 അധികം ഭാഷക്കാരുണ്ടായിരുന്നു പഠിപ്പിക്കുന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നത് 70-ലധികം ഭാഷക്കാർ അവരുണ്ട്. 120 പേരാണ് സംസാരിച്ചല്ലേ? 120 സംസാരിച്ചപ്പോൾ ഏകദേശം 70 ഭാഷക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മനസ്സിലായത്. അതുകൊണ്ട് അവർ പറയുന്നത് ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് എന്ത് ചെയ്തു? അവര് അമ്പരന്ന് പോകുവാൻ ഇടയായിത്തീർന്നു എന്ന് പറയുന്ന കാര്യം നോക്കണം. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുതിയ നിയമത്തിൽ ചിന്തിച്ച് മുമ്പോട്ട് പോവുക. എന്താണ് പെന്തക്കോസ്റ്റ്? നമുക്കറിയാം, ഇത് മോശ ആഗ്രഹിച്ച കാര്യമാണ്. എന്താ? ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേലിൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച വ്യക്തിയാരാ? മോശ. സംഖ്യാപുസ്തകം 11:29 വായിച്ചു നോക്കി. സംഖ്യാപുസ്തകം 11:29 മോശ ആഗ്രഹിച്ചു. സംഖ്യാപുസ്തകം 11:29 സംഖ്യ 29. മോശ അവനോട്, എന്റെ വിചാരത്തിൽ നീ അസൂയപ്പെടുത്തുമോ? അവരുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകെ യഹോവയുടെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ മോശ ഇത് ആഗ്രഹിച്ച കാര്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ എല്ലാവരുടെ മേൽ പകർന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആരാഗ്രഹിച്ചു? മോശ ആഗ്രഹിച്ചു. ഏകദേശം BC 1445 കാലഘട്ടത്തിൽ ആരാഗ്രഹിച്ച കാര്യമാണ്? മോശ ആഗ്രഹിച്ച കാര്യം. BC 1445 കാലഘട്ടത്തിൽ മോശ ഇത് ആഗ്രഹിച്ചു. പെന്തക്കോസ്ത് എന്നാൽ അത് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കുക, ഇത് മോശയുടെ ഒരു ആഗ്രഹം എന്താ? ഈ സർവ്വജനത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ കാലഘട്ടം എത്രയാ? മോശ ഇത് പറയുമ്പോ 1445 കാലഘട്ടത്തിനടുത്ത് മോശ ഇത് ചിന്തിക്കുക. ഇനി 2, യോവേൽ ഇത് പ്രവചിച്ചു. യോവേൽ പ്രവാചകൻ ഇത് എന്ത് ചെയ്തു? പ്രവചിച്ചു. 2-ാം അധ്യായം 28 മുതൽ വായിച്ചേ. യോവേൽ പുസ്തകം 2-ാം അധ്യായം 28. നമുക്കത് ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതാണ് നമ്മള്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഒന്ന് മോശ ആഗ്രഹിച്ചു, അത് BC 1445 കാലഘട്ടത്തിൽ. 2, യോവേൽ പ്രവാചകൻ പ്രവചിച്ചു. എന്താ പ്രവചിച്ചത്? സകല ജഡത്തിന്റെ മേൽ ചെയ്തിരിക്കും ദൈവത്തിന്റെ ആത്മാവ്. അത് ഏകദേശം BC 793 മുതൽ 753 വരെ കാലഘട്ടത്തിന്റെ അകത്ത് ആര് പ്രവചിക്കുക? യോവേല് പ്രവചിക്കുക. ഇനി 3-ാം എഴുതാഘട്ടത്തിൽ എന്നോട് പറയണേ, ചില ഓടിപ്പോയെങ്കിലും. 3-ാമത്തേത് യെഹെസ്കേൽ ദർശിക്കുന്ന കാര്യമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ യെഹെസ്കേൽ ദർശിക്കുക. 47:1-9 വരെ നമുക്കത് അറിയാമല്ലോ. അത് വായിക്കണം. 3-9 വരെ വാക്യങ്ങൾ നമുക്കറിയാം. മുട്ടോളമല്ല അരയോളമല്ല നീതിയിട്ടല്ലാതെ നടത്താൻ കഴിയാത്ത ഒരാത്മനിക്കകത്തേക്ക് ഒരു വലിയ ദർശനത്തെ ആര് കൊടുക്കുക? ദൈവം കൊടുക്കുക. അത് ഏകദേശം BC 593 മുതൽ 571 വരെയുള്ള കാലഘട്ടമാണ്. യെഹെസ്കേൽ ദർശിച്ച കാലഘട്ടം BC 593 മുതൽ 571 വരെയുള്ള കാര്യം. 71 വരെ. 593 മുതൽ 571 വരെ. 4-ാമത്തെ കാര്യം, അത് പെന്തക്കോസ്ത് എന്ത് ചെയ്തു? നിറവേറി. മോശ ആഗ്രഹിച്ചു,
യോവേൽ പ്രവചിച്ചു, എഹെസ്കേൽ ദർശിച്ചു, പെന്തക്കോസ്ത് എന്ത് ചെയ്തു? അത് നിറവേറി. എന്തെങ്കിലും എക്സ്പ്രഷൻ ചോദിക്കണേ? എത്ര തവണ പറഞ്ഞു? അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം AD 30 അത് നിറവേറാനായിട്ട് ഇടയാക്കുന്നു. AD അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം AD 30 അത് നിറവേറി. AD 30 അത് നിറവേറി. പെന്തക്കോസ്തിൽ അത് നിറവേറി. എന്തോ ഒന്നാമത്തെ മോശെ ആഗ്രഹിച്ചിട്ടുള്ള സംഖ്യാപുസ്തകം 11-29. യോവേൽ പ്രവചിച്ചത് യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 30 വരെ. അതിന് BC 793 മുതൽ 753 വരെ. യഹെസ്കേൽ ദർശിച്ചത് 3-ാമത് 47-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 593 മുതൽ 571 വരെ. 4 പെന്തക്കോസ്തിൽ നിറവേറി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. 7 30. ഇനി നമുക്കൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മുഴു ലോകത്തിൽ നിന്ന് 3 പ്രതിനിധികളെ നമുക്ക് കാണാൻ പറ്റും. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴു ലോകത്തിലെ 3 പ്രതിനിധികളെ കാണാൻ കഴിയും. 8, 9, 10 അധ്യായങ്ങൾ പഠിച്ചാൽ മുഴു ലോകത്തിൽ നിന്ന് 3 പ്രതിനിധികളെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മുഴു ലോകം എന്ന് പറയുമ്പോൾ നോഹയുടെ പുത്രന്മാരാരൊക്കെയാണ്? ശേമ, ഹാമ, യാഫെത്ത്. അറിയാത്തവരാരുമില്ലല്ലോ. ശേം, ഹാം, യാഫെത്ത്. അവരിൽ നിന്നാണ് പ്രളയത്തിന് ശേഷം എന്ത് ചെയ്യുന്നത്? പിന്നെയുള്ള ജനറേഷൻ എന്ത് ചെയ്യുന്നത്? ഇന്ന് വരെ നമ്മൾ ഇങ്ങോട്ട് എത്തുന്ന വരെയുള്ള പിന്നീടുള്ള ജനറേഷൻ നടക്കുന്നത് ഈ 3 പേരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കണം, പ്രളയശേഷം ഉണ്ടായ വർഗങ്ങൾ എന്ന് പറയുന്നത് സെമറ്റിക്കാണ്. അതായത് ശേം, ഹാം, യാഫെത്ത്. അവരെ വിളിക്കുന്ന വിളിപ്പേര് ഒന്ന് സെമറ്റിക് എഴുതിക്കോണെ, സെമറ്റിക് വർഗങ്ങൾ. പ്രളയശേഷം ഉണ്ടായ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് സെമറ്റിക്. സെമറ്റിക് സെമറ്റിക്. അടുത്തത് ഹാമിന് വരുമ്പോ ഹമറ്റിക്. ജഫറ്റിക്. ജഫറ്റിക്. സ്പെല്ലിംഗ് ആവശ്യമാണോ? ഇംഗ്ലീഷ് നോക്കിയിട്ട് ഓക്കെ. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. പിന്നെ ആരാ നമ്മൾ സങ്കരവർഗങ്ങളും കൂടെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ട്, പ്രധാനമായിട്ട് സെമറ്റിക് ഉണ്ട്, ഹമറ്റിക് ഉണ്ട്, ജഫറ്റിക് ഉണ്ട്. ഈ 3 വർഗങ്ങളുണ്ട്. പിന്നെ സങ്കര വർഗങ്ങളും കൂടെയാണ് ഇന്നത്തെ ലോകം നിൽക്കുന്നത് കാണാൻ കഴിയും. ഇനി 3 പ്രതിനിധികളെ കാണാൻ പറ്റും. അതാ ഈ എല്ലാത്തിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് കാലത്തിന്റെ ഇതിനടുത്ത് വന്ന ആൾക്കാരാണ്. അതിന്റെ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് ഇല്ല. സങ്കരവർഗങ്ങൾ എന്ന് മാത്രമേ ഉള്ള ഒരു കാര്യം. അത് ആരാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ എനിക്കില്ല. ഞാനത് നോക്കിയിട്ട് പറയാം. കാരണം മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്.
പിരീഡ് കാലഘട്ടത്തിന്റെ വ്യത്യസ്തതയ്ക്കകത്ത് ഇപ്പം കാര്യം എവിടെ വൈഫ് എടുത്തതെന്ന് ചോദിച്ചാൽ ആ പീരിയോഡിക് കാലഘട്ടത്തിന്റെ ഡിഫറൻറ്റ് ആണ്. ദൈവപുത്രന്മാർ പരിശുദ്ധന്മാർ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ സങ്കരവാക്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് ഉൾപ്പെടുത്താം. അതിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് പറയാം. നമുക്കൊരു 3 പ്രതിനിധികളെ അവിടെ കാണാനായിട്ട് കഴിയും. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. അത് ഞാൻ നോക്കിയിട്ട് പറയാം. നോക്കണം. 8-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ആരെയും നമ്മൾ കാണിക്കുന്നു. ഒരാളെ ദൈവം ചൂസ് ചെയ്യുന്നുണ്ട്. ആരാ? 8-ാം അധ്യായത്തിൽ. ഓക്കെ, 9-ാം അധ്യായത്തിൽ പൗലോസ്. 8-ാം അധ്യായത്തിൽ ആരാ? കൊർന്നേലിയസ്. അത് 10-ൽ. 9, 10, 8 പറ്റില്ല. 8-ാം അധ്യായത്തിൽ ദൈവം ഒരാളെ ഒരു പ്രതിനിധി, മുഴുലോകത്തിന്റെ ഒരു പ്രതിനിധിയെ എടുക്കുന്ന ആരായിരിക്കും? ഫിലിപ്പോസ് അല്ല. ഫിലിപ്പോസ് അപ്പോസ്തലനായിരുന്നു. ഒരാള് ഫിലിപ്പോസ് നിമിത്തം വന്നതാരാ? എത്യോപ്യയിലെ ഷണ്ണനെ ആർക്ക് പറയും? എത്യോപ്യയിലെ ഷണ്ണനാണ് ആഫ്രിക്കൻ, അതായത് ഹാം വംശജനാണ് എത്യോപ്യയിലെ ഷണ്ണൻ. ഹാം വംശത്തിൽപ്പെട്ട ആളാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 വായിച്ചേ. 8-ാം അധ്യായം 26. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കണ്ടക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിൽ മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ആരെ കണ്ടു? ഒരു എത്യോപ്യനെ കണ്ടു. ആഫ്രിക്കയിൽ സുവിശേഷം എത്തിച്ചത് യേശുവിന്റെ ശിഷ്യന്മാരിൽ അപ്പോസ്തലന്മാരായിരുന്നില്ല. മേശമേൽ വിളമ്പാൻ നിയോഗിക്കപ്പെട്ട ദൈവാത്മാവുള്ള ഫിലിപ്പോസാണ്. അത് മനസ്സിലായോ? ദൈവം മുഴുലോകത്തിന്റെ 3 വരെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ ദൈവം ഈ ഹാം വംശജനായിരിക്കുന്ന എത്യോപ്യക്കാരനായ ഷണ്ണനെ ദൈവത്തിന് വേണ്ടി നിർത്താൻ ഉപയോഗിക്കപ്പെട്ടത് ഫിലിപ്പോസ്. അപ്പോസ്തലന്മാർ ആരും തന്നെ അതിനകത്ത് ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നില്ല. മുൻപോട്ട് പോകാം. 2-ാമത്തെ വ്യക്തി ശൗലാണ്. 1-ാമത്തെ വാക്യം പൗലോസാണ്. മതി. ഷേം വംശജനാണ്, യഹൂദക്കാരാണ്. ശൗലിന്റേത് വരുന്നത് ഷേമിൽ നിന്നാണ്, യഹൂദ വംശജനാണ്. സ്പീഡ് കൂടുന്നുണ്ട് പറയണേ. അപ്പൊ ഒന്നാമത്തെ ആള് ഷണ്ണൻ, 2-ാമത്തെ ആള് ശൗല്. ഒന്ന് എത്യോപ്യയിലെ ഷണ്ണനെ വിളിക്കുന്നത് ഫിലിപ്പോസ്. ശൗലിനെ ആരാ വിളിച്ചത്? ശൗലിനെ ആരാ വിളിച്ചത്? വെരി ഗുഡ്. കർത്താവിന്റെ നേരിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആർക്ക്? ശൗലിന്. അത് എഴുതിയോ? കർത്താവ് നേരിട്ടാണ് വിളിച്ചേക്കുന്നത്. ഷേം വംശജനായ യഹൂദ വംശജനായി നിൽക്കുന്ന ശൗലിനെ നേരിട്ടാണ് കർത്താവ് വിളിച്ചത്. 3-ാമത്തെ ആളാണ് കൊർന്നേലിയോസ്. 3-ാമത്തെ ആള് കൊർന്നേലിയോസ്. 10-ന്റെ 1. മതി. കൊർന്നേലിയോസ് യാഫേത്താണ്. യാഫേത്ത് വംശജനാണ്. ആര്യ വംശജൻ. യാഫേത്ത്. ഇതായിരുന്നു പറഞ്ഞേ. കൊർന്നേലിയോസ് ആയിരുന്നു. അപ്പം 3 മുഴുവൻ വേണ്ട മൊത്തമായി ഈ 3 പേരെ കൊണ്ട്, ഒന്ന് ആഫ്രിക്കയിലായി, ഒന്ന് യഹൂദ, അതായത് 2 കൊർന്നേലിയോസ്, യാഫേത്ത് ജാതീയത്തിൽ നിന്നും മൊത്തം കർത്താവ് എന്ത് ചെയ്തു? 3 വ്യക്തിത്വങ്ങളെ, പ്രതിനിധികളെ ഈ 3 അധ്യായത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഒരു സൈഡ് കിട്ടിയിരിക്കും. സുവിശേഷം എത്യോപ്യ.
സ്ക്രീനോട്ട് കഴിഞ്ഞാൽ മതി. ആരായിരുന്നു? ഫിലിപ്പോസ്. സൈഡിൽ എഴുതിയാൽ മതി. സുവിശേഷം എത്തിയവരിൽ അറിയിച്ച വ്യക്തി ഫിലിപ്പോസ്. എത്യോപ്യ എന്ന് പറയുന്നത് ആഫ്രിക്ക എഴുതിയിട്ടുണ്ടോ? കുറച്ചും കൂടെ മനസ്സിലാകാൻ പറ്റുന്ന കാര്യം. അപ്പോസ്തലന്മാർ പോകാത്തടോ, പക്ഷെ ആര് പോയി? ഫിലിപ്പോസ് പോയി. എഴുതിയാൽ മതി. അപ്പോസ്തലന്മാർ പോകാത്തടോ, ഫിലിപ്പോസ് പോയ സ്ഥലം. ഈ മേശമേൽ ശുശ്രൂഷിക്കുന്നവരെ ഡീക്കൺസ് എന്നാണ്. അങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഡീക്കൺസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? കുറച്ചും കൂടെ ആ വാക്ക് കുറച്ചും കൂടെ പരിചിതമാണ്. ഡീക്കൺസ് എന്തിനാണ്? പ്രധാനപ്പെട്ട സഭയിലെ പ്രധാന ശുശ്രൂഷകനെ സഹായിക്കുന്ന ആളുടെ പേരാണ് ഡീക്കൺസ്. അതിനകത്ത് ഉൾപ്പെട്ട ആളായിരുന്നു ആര്? ഈ ഫിലിപ്പോസും സ്തെഫാനസും. അത്ര ചിന്തിച്ചാൽ മതി. നമ്മൾ അവിടെ ഒന്നും പോകണം. ഇനി നോക്കണം, ശമരിയ ഗുണം. അടുത്ത നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശമരിയ ഗുണമാണ്. ശമരിയയുടെ ഗുണത്തെ കുറിച്ചാണ്. ഫിലിപ്പോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാക്കാൻ കീഴിൽ നമുക്കാണ് പോകാം. കർത്താവ് യെരൂശലേമിലും യഹൂദയിലും പിന്നെവിടെയാ? ശമരിയ. മത്തായി സുവിശേഷം 10-5 വാക്യങ്ങൾ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. അവിടെ യേശു പറയുന്നത് എന്ത് ചെയ്യരുത്? ശമര്യയിൽ എന്ത് ചെയ്യണ്ട? അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണ്ട? നിങ്ങൾ എവിടെ പോകരുത്? ശമര്യയിൽ പോകരുത്. കാരണം യഹൂദന് വിലക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഏതാ? ശമരിയ. യഹൂദൻ ശമര്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഇടപെടത്തില്ല. ശമര്യമായിട്ട് യഹൂദന് യാതൊരു ആശയമില്ല. കർത്താവ് പറയാം, നിങ്ങൾ എന്ത് ചെയ്യരുത്? അവിടെ പോകരുത്. പക്ഷെ അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ച് നമുക്ക് തത്വമാക്കി വായിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നോക്കണം, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പെന്തക്കോസ്തിന് മുമ്പ് യേശു എന്തു പറയുക? ശമര്യയിലുണ്ട്. പക്ഷെ പെന്തക്കോസ്തിന് ശേഷം കർത്താവ് എന്താ പറയുന്നത്? ശമര്യയിൽ എന്ത് ചെയ്തിരിക്കണം? പോയിരിക്കണം എന്ന് കൃത്യമായി ആര് നിർദ്ദേശം കൊടുക്കുക? യേശു നിർദ്ദേശം കൊടുക്കുക. കാരണം നോക്കണം, ഇത് പറഞ്ഞിട്ട് ആര് പോയില്ലെന്നറിയോ? അപ്പോസ്തലന്മാര് പോയില്ല. ഈ യഹൂദ ചിന്താഗതി ന്യായപ്രമാണം അകത്ത് കിടക്കുന്ന പക്ഷെ ഇവർ എന്ത് ചെയ്തില്ല? ഈ യഹൂദിയിൽ മാത്രം നിന്ന് ശമര്യയിൽ പോകണമെന്നാ ഇവരോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ പോകണമെന്നാ പറഞ്ഞത്. പക്ഷെ അപ്പോസ്തലന്മാരാരും തന്നെ അങ്ങോട്ട് കാല് വെച്ചില്ല. അപ്പോൾ ആര് പോയി? അപ്പൊ നമ്മളെ ഏൽപ്പിച്ചാലേ, ദൂരമൊക്കെ പറയാറല്ലേ, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തിന്റെ അകത്ത് കൃത്യമായിരിക്കുന്ന വിളി നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപ്പോസ്തലന്മാരോട് ആത്മനിർഭരം പ്രാപിച്ചൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അകത്ത് കിടക്കുന്ന ചിന്താഗതി അവരെന്ത് ചെയ്തില്ല? അവർ പോയില്ല. പക്ഷെ അപ്പൊ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പെന്തക്കോസ്തിന് ശേഷവും ശിഷ്യന്മാരും ജാതികളുടെ അടുക്കൽ വെറുക്കപ്പെട്ട ശമര്യ അടുക്കൽ എന്ത് ചെയ്തില്ല? പോയില്ല. 10 ദിവസം പോയായിരുന്നു ജാതികൾക്ക്. കാരണം വെറുക്കപ്പെട്ടവരുടെ ഇവർ പോകത്തില്ല. പക്ഷെ ആരെ ദൈവം ഉപയോഗിച്ചു? ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണും. ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പെന്തക്കോസ് ചിന്തിച്ച് മുമ്പോട്ട്, പെന്തക്കോസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ നിർമ്മിത പദ്ധതികളെ ഇടിച്ചു നിരത്തുന്ന പരിപാടിയാണ് ഈ പെന്തക്കോസ് എന്ന് പറയുന്നത്. എന്താ? മനുഷ്യന്റെ നിർമ്മിച്ച അതിർവരമ്പുകളെ ഇടിച്ചു നിരത്തുന്ന പരിപാടിയാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്.
8-ാം അധ്യായം 14-17 വായിച്ച് 8-ാം അധ്യായം 14 വായിച്ച് 17 വായിച്ച് അടുത്തൊരു മെശിലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടതെന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. കേട്ടോ, യെരൂശലേമിൽ എന്ത് സംഭവിച്ചു എന്ന് ശമരിയയിൽ എന്ത് സംഭവിച്ചു എന്ന് ആര് കേട്ടു? അപ്പോസ്തലന്മാരെ കേട്ടു. കേട്ടപ്പോ എന്ത് ചെയ്തു? ആരെ അയച്ചങ്ങോട്ട് അയച്ചു. ഇനി 17-ാമത്തെ വാക്യം. കണ്ടോ, ശമരിയിലേക്ക് പോകണമെന്ന് ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടായിട്ട്, കൽപ്പന ഉണ്ടായിട്ടും അപ്പോസ്തലന്മാർ പോകാതിരുന്നപ്പോ ഫിലിപ്പോസിനെ ദൈവം എന്ത് ചെയ്തു? ശമരിയുടെ ഉണർവിന് വേണ്ടി ദൈവം അവിടെ ശക്തമായി ഉപയോഗിച്ചപ്പോ പത്രോസ് യോഹന്നാനും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? അവരെ എല്ലാവരുടെ പേരും എന്ത് സംഭവിക്കുക? പരിശുദ്ധാത്മാവ് വന്നു. 11-15 വാക്യം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അതായത് കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന കാര്യം പത്രോസ് വിശദീകരിക്കുന്നതാണ് 11-15. എന്താ വായിച്ചത്? നമ്മുടെ മേലെ വന്നതുപോലെ അവരുടെ മേൽ വന്നു. അതായത് കർത്താവിന്റെ പ്രവൃത്തി, പെന്തക്കോസ്തിന്റെ അനുഭവം ഇന്നും തുടർന്നുകൊണ്ടിരിക്കും എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ 2 വാക്യം. പെന്തക്കോസ്തിന്റെ അനുഭവം ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പം ഏകദേശം ഒരു ഐഡിയ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കയറി നമ്മൾ ഇവിടം വരെ ചിന്തിച്ചു. ഞാൻ ബ്രീഫ് നോട്ട് മാത്രം തരത്തിൽ വിശദീകരിക്കുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് ക്ലാസ്സിൽ അത്രത്തോളം. ഇനി തൊട്ടടുത്ത് പ്രധാനപ്പെട്ട ആളെ എടുത്തുകൊണ്ട് പോവുക, ശൗലിന്റെ മാനസാന്തരം. മെയിൻ ഹെഡിങ് ആണ് ശൗലിന്റെ മാനസാന്തരം. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഫിലിപ്പോസിനെ കർത്താവ് അനുഗ്രഹിച്ച ശുശ്രൂഷയെ കൊടുത്ത, ജീവിതത്തെ കൊടുത്ത കാര്യം ഒക്കെയാണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് ഇത് തീരത്തില്ല. ശൗലിന്റെ മാനസാന്തരം ക്രിസ്തീയ ചരിത്രത്തിലെ നാഴികക്കൽ. അങ്ങനെ എഴുതണം. ശൗലിന്റെ മാനസാന്തരം ക്രിസ്തീയ ചരിത്രത്തിലെ നാഴികക്കൽ. ശൗലിന്റെ മാനസാന്തരം ക്രിസ്തീയ ചരിത്രത്തിലെ നാഴികക്കൽ. 5 മിനിറ്റ്